സ്തോത്രം പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ മുറയിൽ എല്ലാ ഭാരവും നിരാശമാറി സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ഇതിൽ അൽപ്പാതയെ സഹായിക്കണപ്പ ശാന്തതയും സമാധാനം സ്വസ്ഥത നൽകണപ്പ അപ്പാ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തിക്കാൻ ഏൽപ്പിക്കുന്നത് അപ്പാ സ്തോത്രനാഥ യാത്ര ചെയ്ത് ഒന്നുപോലും തട്ടാതെ എന്റെ ദൈവത്തിന്റെ തൃക്കരത്തിലേക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് പലവിധമായ രോഗങ്ങൾ വന്നു നന്ദി പപ്പാ പലപ്പോഴും ഞങ്ങൾ ഉടഞ്ഞു പോയി വചനത്തിലൂടെ ദൈവം പരിശുദ്ധാത്മാവിനെ അത്യന്തിച്ചിരിക്കാൻ ഉണ്ടാകട്ടെ. 2025 സ്തോത്രം മെയ് മാസമാണോ ജൂൺ മാസമാണോ എന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ ശുഭചേച്ചിയും കൂടെ ഈ ചർച്ചിലേക്ക് വരുവാനിടയായി. സ്തോത്രം. അന്ന് എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ ചെറിയൊരു മെസ്സേജ് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. എന്നാണ് മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ സ്തോത്രം പ്രിയ പാസ്റ്റർ എനിക്ക് വേണ്ടി ഒരു ദൂത് പറഞ്ഞു. സ്തോത്രം അടുത്ത മാസം 30-നകത്ത് ഞാൻ പറയുന്ന വിഷയത്തിന് ദൈവം മറുപടി. അങ്ങനെ ഞാൻ സ്തോത്രം ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. സ്തോത്രം ആഗസ്റ്റ് മാസം ഹല്ലേലൂയ സ്തോത്രം 19-ആയി 20-ആയി 21-ആയി ഞാനിങ്ങനെ ഈ വിഷയം ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം കർത്താവേ ഇന്ന പാസ്റ്ററിനോട് പറഞ്ഞു 30-ാം തീയതി അകത്ത് വെച്ച് ഹല്ലേലൂയ ആ വിഷയത്തിന്റെ മധ്യേ മറുപടി കാണുമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്തോത്രം ഹല്ലേലൂയ 19-ാം തീയതി സ്തോത്രം ദൈവത്തിന്റെ കരം അതിന്റെ മേൽ ചലിക്കുകയും എന്റെ മകനൊരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയും സ്തോത്രം അവന്റെ വിഷയത്തിനാണ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം ഹല്ലേലൂയ. വല്ലാത്തൊരു പ്രതിസന്ധികളിലൂടെ സ്തോത്രം. എന്നാൽ ഈ വിഷയത്തിന് മറുപടി കിട്ടുന്നതിന് മുമ്പ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വളരെയധികം പ്രതികൂലത്തിലൂടെ ഒക്കെ കടന്നുപോയെങ്കിലും കർത്താവിന്റെ കൃപയാൽ സ്തോത്രം ഹല്ലേലൂയ അവനെന്ന് ദൈവകൃപയിൽ സ്തോത്രം സ്നാനപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ കരത്തിലായിരിക്കുന്നു. ഇനിയും അല്പം കൂടെ ദൈവത്തിന്റെ കരത്തിലേക്ക് ദൈവിക വാഗ്ദത്തത്തിലേക്ക് നടക്കുവാനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അതെല്ലാം കർത്താവിന്റെ പദ്ധതിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് അവനെ നടത്തും. ഹല്ലേലൂയ. അവൻ ഏതൊക്കെ വഴികളിലൂടെ പോയാൽ ഏത് പാപത്തിന്റെ വഴിയിൽ പോയാൽ ഏത് ചളിക്കുട്ടിൽ വീണാൽ എന്റെ ദൈവം അവന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുപോകും. അവനെ കുറിച്ച് ദൈവിക പദ്ധതി ഹല്ലേലൂയ ദൈവിക വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. ഞാനിവിടെ വളരെ സന്തോഷം തോന്നി. ഹല്ലേലൂയ. സഭയ്ക്കൊരു മാറ്റം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം. ദൈവത്തിന് നന്ദി. ഒരുപാട് സമയങ്ങളൊന്നും ഇല്ലല്ലോ. സ്തോത്രം എന്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ വളരെയധികം സാക്ഷികളുണ്ട്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം 2025 ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ജനുവരി മാസം എന്റെ ഭവനത്തിന്റെ പണി സ്തോത്രം ലൈഫിൽ തുടങ്ങാൻ ഇടയായി. സ്തോത്രം വളരെ പ്രതിസന്ധി പ്രതികൂലങ്ങളായി എങ്കിലും
കഴിഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയ 2025 ഡിസംബർ 6-ാം തീയതി തന്നെ ആ ഭവനം പൂർത്തീകരിച്ചു കയറുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, നിന്നതല്ല, കർത്താവ് നമ്മെ നിർത്തിയതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ദൈവം തന്ന ഒരു വചനം, സ്തോത്രം, 2 വചനങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ, നമുക്ക് ആദ്യമായി സ്തോത്രം 126-ാമത്തെ സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ അവിടെ 1-ാമത്തെ വചനം ഒന്ന് ഉറച്ച് ആർക്കെങ്കിലും വായിച്ച് സഹായിക്കാമെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ആമേൻ. സ്തോത്രം. സ്തോത്രം. ആമേൻ. യഹോവ സ്തോത്രം സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അന്നുണ്ടായിരുന്നു അവരുടെ വായിൽ ചിരിയും ആർപ്പുവിളിയും ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ ഒന്ന് ശോധന ചെയ്യണം. സ്തോത്രം. ഇന്ന് ആ ചിരിയുണ്ടോ? ഇന്ന് ആർപ്പുവിളിയുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം സ്തോത്രം പുറംപോക്കിൽ കിടന്ന നമ്മെ, ഹല്ലേലൂയ, പാപത്തിൽ കിടന്ന നമ്മെ, സ്തോത്രം, ഹല്ലേലൂയ, മഞ്ഞും വെയിലും മഴയും എല്ലാം കൊണ്ട് പുറത്തേക്ക് കിടന്ന കൽപാത്രത്തിനകത്ത് ഓരോ സമയത്ത് നമ്മൾ പ്രവാസത്തിലായിരുന്നു. ആ പ്രവാസത്തിൽ നിന്നും സ്തോത്രം നമ്മെ ഒന്ന് വിളിച്ച് ഒന്ന് വൃത്തിയാക്കി, ഒന്ന് കഴുകി, ഒന്ന് ശുദ്ധീകരിച്ച്, സ്തോത്രം, അതിനകത്തേക്ക് ദൈവത്തിന്റെ വീഞ്ഞ് ഹല്ലേലൂയ ഒക്കോളം നിറച്ച് ഓരോ വിളമ്പുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്നാണ് നമ്മൾ ഹല്ലേലൂയ പ്രവാസത്തിൽ നിന്നും സിയോന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നു. അന്നുണ്ടായിരുന്നു ആദ്യ സ്നേഹമുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നു ചിരി ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നു ആർപ്പുവിളി ഉണ്ടായിരുന്നു. ഓ സ്തോത്രം. എന്നാൽ എന്നതുണ്ടോ? ദൈവത്തിന്റെ ചോദ്യം. സ്തോത്രം. ഇന്നതുണ്ടോ? സ്തോത്രം. പുറമേയുള്ള ചിരിയല്ല, ഹല്ലേലൂയ, പുറമേയുള്ള ആർപ്പുവിളിയല്ല, പുറമേയുള്ള ഭക്തിയല്ല ദൈവത്തിന് ആ ആവശ്യം. അകത്ത് ഉൾത്തടത്തിലേക്ക് ഹല്ലേലൂയ ആന്തരികമായ ഒരു ഹല്ലേലൂയ ഒരു വിശുദ്ധി, ആന്തരികമായ ഒരു ജ്ഞാനം, ആന്തരികമായ ഒരു വിശ്വസ്തത സ്തോത്രം നമ്മൾ വരുന്നുണ്ടോ? സ്തോത്രം. നമുക്കതൊന്ന് നോക്കാമുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം സ്തോത്രം 1 മുതൽ തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ സ്തോത്രം 1-ാം അധ്യായത്തിൽ 12-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. എന്തുകൊണ്ടാണ് നമ്മുടെ ചിരി നഷ്ടപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ് നമ്മുടെ ആർപ്പുവിളി നഷ്ടപ്പെട്ടു പോയതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ആമേൻ. സ്തോത്രം. നാം 1-ാമത്തെ അധ്യായം ആ 12-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ കാണിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ അക്കാലത്ത് ഹെരോദാവ് സഭയിലെ ചിലരെ പീഡിപ്പിക്കുവാനായിട്ട് സ്തോത്രം കൈ നീട്ടി. ഹല്ലേലൂയ. അപ്പോൾ അന്ന് സ്തോത്രം ഹല്ലേലൂയ പ്രവാസത്തിൽ കിടന്ന നമ്മൾ സ്തോത്രം സ്തോത്രം നമ്മെ സിയോന്റെ വഴിയിലേക്ക് സ്തോത്രം പാപത്തിന്റെ പ്രവാസത്തിൽ കിടന്ന നമ്മൾ, വേദനയുടെ പ്രവാസത്തിൽ കിടന്ന നമ്മൾ, കണ്ണുനീരിന്റെ പ്രവാസത്തിൽ കിടന്ന നമ്മൾ, കയ്പിന്റെ പ്രവാസത്തിൽ കിടന്ന നമ്മളെ സ്തോത്രം സിയോനിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ വായ ചിരി, നമ്മുടെ വായ ആർപ്പുവിളിയിൽ നഷ്ടപ്പെട്ടു പോകുവാൻ ചില ഹേരോദാവുമാർ നമ്മെ പിടിച്ചു. ഓ നമ്മളെ പീഡിപ്പിക്കുവാൻ തക്കവണ്ണം ഓ സ്തോത്രം നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. സ്തോത്രം. ഈ വചനം എന്നെ ഇങ്ങനെ വായിച്ചപ്പോൾ എന്നെ ചലിപ്പിക്കുവാൻ തുടങ്ങി. കാരണം സ്തോത്രം ഹല്ലേലൂയ നാം താഴോട്ട് വായിക്കുമ്പോൾ എന്താ കാണിക്കുന്നത്? പത്രോസിനെ പിടിച്ചു സ്തോത്രം പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആർപ്പുവിളിക്കുന്ന, ദൈവത്തിൽ സന്തോഷിക്കുന്ന, ദൈവത്തിൽ ഉല്ലസിക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ച് ജനത്തിന്റെ നടുവിൽ നിർത്തുവാൻ ഭാവിച്ചു. ജനത്തിന്റെ നടുവിൽ നിർത്തുക എന്ന് വെച്ചാൽ ഹല്ലേലൂയ സ്തോത്രം നാം പുറകോട്ട് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഒരു വിധവയെ കാണുവാനായിട്ട് കഴിയും. ആ വിധവ പറയണം, അല്ലയോ യജമാനനെ, എന്റെ മക്കളെ
കടക്കാരെ പിടിച്ചുകൊണ്ട് ചന്തസ്ഥലത്ത് കൊണ്ട് വെക്കുക പോവാണ്. എന്തുകൊണ്ട് നമുക്ക് പാടാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഓർക്കുവാൻ കഴിയുന്നില്ല? എനിക്ക് നിങ്ങൾക്കും സ്തോത്രം. ഹല്ലേലൂയ. ചില പ്രശ്നങ്ങൾ, ചില ദേശാധിപത്യ ശക്തിയാവുന്ന ഹേരോദാവ് പിടിച്ചു നമ്മെ എന്ത് ചെയ്യുന്നു? ജനത്തിന്റെ നടുവിൽ കൊണ്ടുവെക്കുവാൻ ഈ ജനത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ എന്താണ് സംഭവിക്കുന്നത്? അപമാനം സംഭവിക്കും, നിന്ന സംഭവിക്കും, പരിഹാസം സംഭവിക്കും, ഒറ്റപ്പെടലുകൾ സംഭവിക്കും. ഹല്ലേലൂയ. ഒന്ന് കടക്കുവാൻ വയ്യാത്ത നിലവാരത്തിന് നാം ആ വചനം താഴോട്ട് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ പത്രോസിനെ പിടിച്ചു. ഹല്ലേലൂയ. 4 ചേവകരെ വെച്ച് 4 ചേവകരെ സ്തോത്രം കാവലാക്കി. അല്പം പോലും അങ്ങോട്ട് നീങ്ങാൻ പറ്റത്തില്ല, ഇപ്പം പോലും ഇങ്ങോട്ട് നീങ്ങാൻ പറ്റത്തില്ല. ഭവനത്തിനകത്ത് സ്തോത്രം ഹല്ലേലൂയ വലിയ പ്രതികൂലം, ദേശത്ത് വലിയ പ്രതികൂലം, ശാരീരികമായ പ്രതികൂലം, മാനസികമായ പ്രതികൂലം. അതെല്ലാം പോട്ട് അതെല്ലാം കഴിഞ്ഞ് കയ്യിൽ കണ്ടി ചങ്ങലയും ആത്മീയ ജീവിതത്തിന്റെ തകർച്ച. ഹല്ലേലൂയ. ദേശത്തിലെ ദേശാധിപതിയായിരുന്ന ഹെരോദാവ് സ്തോത്രം ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം പിടിച്ച് ജനത്തിന്റെ നടുവിൽ നിർത്തുവാൻ പദ്ധതി. ഇതുപോലുള്ള ഉപവാസ പ്രാർത്ഥനകൾ സ്തോത്രം വായിച്ചു വരുമ്പോൾ നമുക്ക് വചനം പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും. വിഷയങ്ങളെ കണ്ടുകൊണ്ട് സ്തോത്രം കാരാഗ്രഹത്തിന്റെ സ്തോത്രം കാവലില്ലാതെ 2 ചങ്ങലകളിട്ടു. ഹല്ലേലൂയ. മാത്രമല്ല അവിടെയും 2 പടയാളികളെ ഒരു വിധത്തിലും ഇവർ രക്ഷപ്പെടരുത്, ഇവരെ പിടിച്ചു. നാളെ ഒരു ഹെരോദാവ് രാത്രിയിൽ ചിന്തിച്ചു, ഇവളെ പിടിച്ചോ. ഓ സ്തോത്രം നിന്ന പാത്രരായി പുച്ഛിക്കത്തക്ക നിലവാരത്തില് ഇവളുടെ കുടുംബത്തെ തകർത്തുകൊണ്ട്, ഇവളുടെ തലമുറകളെ തകർത്തുകൊണ്ട്, ഓ ഇവളുടെ ജീവിതത്തെ തകർത്തുകൊണ്ട് നാളെ പദ്ധതി ഒരുങ്ങുന്നു. നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. ഓ സ്തോത്രം. നാം എന്തിനാണ് പിന്നെയും നമ്മൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകും? കാരണം സ്തോത്രം നെഹമ്യാവ് പറയുന്നു, ഞങ്ങൾ മതിൽ പണിയുമെന്ന് പറഞ്ഞു, അതിന് അറ്റകുറ്റം തീർന്നു. സ്തോത്രം. നെഹമ്യാവ് 4-ാം അധ്യായം വായിക്കുമ്പോൾ വളരെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറഞ്ഞു. അതിലെ സ്തോത്രം അറ്റകുറ്റം തീർന്നു എന്നും ഇടിവുകൾ തീർന്നു എന്നും മനസ്സിലാക്കിയപ്പോൾ സൻബല്ലത്ത്, തോബിയാവ്, മറ്റു 2-3 അങ്ങനെ ഒരു 4 ശക്തികൾ അവിടെ വെല്ലുവിളി ഉയർത്തു. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെയാണ് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെയും നമ്മെയും തകർക്കുവാൻ 4 ചേവകന്മാർ ഓ സ്തോത്രം നമ്മെ കൈകാലുകളെ പൂട്ടെ. ഹല്ലേലൂയ. ആവത്ത് കൈ 2 ചങ്ങലകളിട്ട് ഒരല്പം പോലും തിരിയുവാൻ പറ്റാതെ കടഭാരത്താൽ, മാനസിക തകർച്ചയാൽ, രോഗത്താൽ, ഒറ്റപ്പെടലുകളാൽ, ഓ ദേശത്തിന്റെ നിന്ദയാൽ നമ്മെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നു. ഇതൊക്കെയും വിടിവിക്കണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം സഭ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ആ സ്തോത്രം ആ കാരാഗ്രഹത്തിൽ അപ്പൊ പൗലോസ് നമ്മളെ ഒരു വിഷയം വന്ന എന്ന് പറയാമോ? ഇപ്പൊ ഞാൻ തന്നെ പറയാം, എന്റെ മകന്റെ വിഷയം വന്നാൽ പറയും, യേശുവേ അവന്റെ വഴി അങ്ങ് ബ്ലോക്ക് ചെയ്യണം, യേശുവേ അവനെ നിയന്ത്രിക്കണമേ, യേശുവേ അവനെ നിയന്ത്രിക്കണം, അല്ലെ യേശുവേ എന്റെ രോഗം മാറ്റണേ, യേശുവേ എന്റെ കടം മാറ്റണേ എന്ന് പ്രാർത്ഥിക്കും. അല്ലല്ലോ. എന്നാൽ പത്രോസ് ഒന്നും പ്രാർത്ഥിച്ചില്ല. പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പത്രോസ് അങ്ങനെ ഉറങ്ങി. പത്രോസിനറിയാം ദൈവത്തിന്റെ പദ്ധതിക്കായിട്ടാണ് എന്നെ ഈ
കെട്ടിവെച്ചിരിക്കുന്നത് എന്നെ തകർക്കുവാനല്ല, എന്റെ കയ്യിൽ ചങ്ങലയിട്ടിരിക്കുന്നത് എനിക്കെന്തോ സ്തോത്രം ഒരു വിടുതൽ അടുത്തുപോയി, ഒരു നന്മ അടുത്തുപോയെന്ന് പത്രോസിനാൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഇരട്ടി മധുരമായി പോകാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പത്രോസിനറിയാം. അവിടെ ആ പ്രശ്നത്തില് തകർന്നു പോയില്ല പത്രോസ്. സ്തോത്രം. ഹല്ലേലൂയ. നാം എന്ത് ചെയ്യും? നമ്മളവിടെ തന്നെ കിടക്കും, എണീക്കും. പിന്നെ വന്നാണെങ്കിലും പിന്നെ കർത്താവ് നമ്മൾ എന്റെ കൂടെ കാര്യമാണ് പറയണത്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാനങ്ങ് തളർന്ന് കിടക്കും. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ചിലപ്പോ എനിക്ക് പാടാൻ പറ്റത്തില്ല, പിന്നെ എനിക്ക് വല്ലാത്തൊരു ദേഷ്യം വരും, ഇങ്ങനെയൊക്കെ വരും എന്നാണ്. സ്തോത്രം. എന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരും ദൈവവചനം പറഞ്ഞ് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ഞാൻ കിടക്കും ദൈവസന്നിധിയില്. കിടക്കുമ്പോൾ ഒരു വചനം കർത്താവ് തരും. അതിൽ നിന്ന് കർത്താവിനെ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ വചനത്തിലൂടെ ഞാൻ എണീക്കും. സ്തോത്രം. ശരിക്കും നമ്മള് നല്ല പ്രശ്നം വരുമ്പോൾ സ്തോത്രം കർത്താവിന്റെ സന്നിധിയില് നമ്മളെ മനസ്സുമായിട്ടൊന്ന് സംസാരിക്കണം കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തില് സ്തോത്രം എന്റെ ജീവിതത്തില് സ്തോത്രം ഈ ജൂൺ കഴിഞ്ഞ 2026 ഹല്ലേലൂയ വളരെയധികം നിരാശപ്പെട്ട് ഒറ്റപ്പെട്ട് ആരുമില്ലാത്ത സാഹചര്യത്തില് രാത്രിയുടെ ഏകാന്തതയില് സ്തോത്രം വെറും ഒരു ടാർപ്പയുടെ അടിയില് ഒറ്റയ്ക്ക് കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മഴയത്ത് ഹല്ലേലൂയ എന്നാണ്. സ്തോത്രം. അങ്ങോട്ട് തിരിയുവാൻ വയ്യാതെ ഇങ്ങോട്ട് തിരിയുവാൻ വയ്യാതെ കൈകളാൽ സ്തോത്രം ചങ്ങലയാൽ ബന്ധിച്ച കാരാഗ്രഹത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിലൊക്കെയും അത് സംഭവിക്കും. അത് സംഭവിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. ഒരു കാരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണം കേട്ടോ. ഒരു കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു വേർപാട് വേണം. ഒരു ഒറ്റപ്പെടൽ വേണം. ഒറ്റപ്പെടൽ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ടാൽ മാത്രമേ നീയും ദൈവവുമായിട്ടുള്ള സംസാരം ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അവിടെ എന്ത് ചെയ്തു? കാരാഗ്രഹത്തിൽ ഉറങ്ങിക്കിടന്നപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്തോത്രം ഒന്ന് വന്ന് തട്ടി. ഹല്ലേലൂയ. പത്രോസ് പ്രാർത്ഥിച്ചില്ല, എനിക്ക് ചങ്ങല പൊട്ടിപ്പോണമേ, എന്റെ ചങ്ങല അടിയണമേ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെന്ന് പത്രോസ് പ്രാർത്ഥിച്ചില്ല. എന്നാൽ സ്തോത്രം അതിലുപരിയായി മനസ്സിനെ അറിയുന്ന, ജീവിതങ്ങളെ അറിയുന്ന, നമ്മുടെ സ്തോത്രം ഹല്ലേലൂയ നിലകളെ അറിയുന്ന, നമ്മുടെ പരിമിതികളെ അറിയുന്ന സ്വർഗ്ഗത്തിലെ ദൈവ സ്തോത്രം ഒന്ന് തട്ടി. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ ഏൽപ്പിച്ചുകൊടുക്കുന്ന ചില തട്ടലുകൾ സ്തോത്രം ചില വിഷയങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ ദൂതനായിട്ട് ആ പ്രശ്നത്തിന്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്താണിത്? ഹല്ലേലൂയ. അപ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഇന്ന് ചില വിഷയങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ആ ചങ്ങലയെ അഴിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആ മതിലുകള് പണിഞ്ഞപ്പോൾ ഇടിവുകൾ നികന്നു. ഇനി ഇടിവ് അത് പൂർത്തീകരണത്തിലേക്ക് വരണമെങ്കിൽ അത് നമ്മുടെ വിശുദ്ധിയെ കാണിക്കുന്നു. ആരോടെങ്കിലും കയ്പുണ്ടെങ്കിൽ ആ കയ്പിനെ മാറ്റുക, നീരസം മാറ്റുക, ദർശകൾ മാറ്റുക, ഒട്ടവർഷം മാറ്റുക, മാറ്റുക. എല്ലാവരോടും സ്നേഹത്തോടെ ആശാവർക്കറാണ്. ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഒരു അമ്മയുണ്ട്, ടീച്ചറാണ്. അപ്പൊ ഇപ്പൊ പുതുതായിട്ട് ഒരു MLSP എന്ന് പറയുന്ന ഒരു തസ്തികയോട് സൃഷ്ടിച്ചിട്ട് അവരെയും കൂടെ വിടും ഞങ്ങളുടെ ഫീൽഡിൽ വയസ്സായവരോട് സംസാരിക്കാം. അപ്പൊ ഞങ്ങൾ എല്ലാ മാസമൊക്കെ പോയി കാണും. പക്ഷെ ഈ അമ്മ നല്ലൊരു അമ്മയാണ് കേട്ടോ. ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം അങ്ങനെ അമ്മ പറയാനേ കേട്ടിട്ടില്ല. പക്ഷെ ഇന്നലെ കുറെ നേരം ഇരുന്ന് സംസാരിച്ച് വന്നപ്പോ നല്ലൊരു ആരെങ്കിലും ആ ഭാഗത്ത് നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ, ഇവിടുത്തെ അവസ്ഥ എനിക്ക് അറിയത്തില്ല, നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ നിരപ്പ് പ്രാപിക്കുക. സ്തോത്രം. അപ്പൊ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ 8 കോടി
മൂന്നിന്റെ അവകാശിയാണ് അമ്മ. 3 ആൺമക്കൾ, ഒരു മകൻ മരിച്ചുപോയി. അപ്പൊ മരുമകളെ കൂടെയാണ് താമസം. മരുമകൾക്ക് നല്ല ജോലിയുണ്ട്, മോന് സ്തോത്രം ഹല്ലേലൂയ നല്ല ജോലിയുണ്ട്, നല്ല വരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ട്, നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ രാവിലെ കാപ്പി അമ്മയ്ക്ക് എങ്ങനെയാണ് തരുന്നത്? അമ്മ ഇങ്ങനെ കൈവച്ചിട്ട് അതൊന്നും പറയുന്നില്ല. എന്റെ കണ്ണിന്ന് കണ്ണുനീര് വീഴുന്ന അവർക്ക് ദുഃഖം, അവർക്ക് വിഷമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും എനിക്ക് ചോദിക്കാനൊരു പ്രേരണ, കാരണം നാളെ നമ്മളെ വയസ്സാവുമല്ലോ എന്നുള്ള ധാരണയിൽ ചോദിച്ചു. അപ്പോഴൊരു മക്കളെ അതൊരു ചെറിയ ചപ്പാത്തിയുടെ അത്രയുള്ള ഒരു ദോശത്തെ അതെനിക്ക് ഒന്നും ആകത്തില്ല. സ്തോത്രം, സത്യമാണ്, സ്തോത്രം. അപ്പം BP എപ്പോഴും നോക്കുമ്പോ ഹയ്യാണ്. പക്ഷെ അമ്മ ജാസ്തി കൊണ്ടുപോകത്തില്ല. 8 കോടി സ്വത്തിന്റെ അവകാശിയുടെ കാര്യമാണ് പറയുന്നത്. സ്തോത്രം. 84 വയസ്സാണ്. സ്തോത്രം. അപ്പൊ അമ്മച്ചി ഉച്ചയ്ക്ക് ചോറ് എങ്ങനെയാണ് അമ്മച്ചിക്ക് തരുന്നത്? മക്കളെ ചോറ് അല്പം തരും. 3-4 ദിവസമായ കൂട്ടാനാണ് തരുന്നത്. കൂട്ടാൻ കാണത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ മരുമകളെ കണ്ടാൽ ഒരു ബ്യൂട്ടീഷ്യനാണ്, സഞ്ചരിക്കുന്ന ബ്യൂട്ടി പാർലറാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ മരുമകൾ ഇല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത്. അമ്മച്ചി ഒരിക്കലും പറഞ്ഞിട്ടില്ല, പക്ഷെ അമ്മച്ചിയുടെ മനസ്സിന്റെ നിലവാരമാണ്, സ്തോത്രം, ആ വിഷമമാണ് പറഞ്ഞത്. എന്നിട്ട് മക്കളെ എനിക്ക് മാങ്ങ തിന്നാൻ കൊതിയാകുന്നു, പക്ഷെ ഫ്രിഡ്ജിലെല്ലാം മാറ്റം വെച്ചിട്ട് ഇങ്ങോട്ട് വെക്കാൻ തരത്തില്ല. സ്തോത്രം. മനുഷ്യന്റെ അവസ്ഥ, ഹല്ലേലൂയ. ഒരു പക്ഷേ ആ സഹോദരി കർത്താവായ യേശുവിനെ അറിഞ്ഞിരുന്നു എങ്കിൽ, ഓ കർത്താവ് ഹൃദയത്തിൽ ഇടപെട്ടെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. ആമേൻ, സ്തോത്രം. അത് വാസ്തവമായിട്ടും, ഹല്ലേലൂയ, വാസ്തവമായിട്ട് അനേകം കോടിക്കണക്കിന് ജനങ്ങള് ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തു എന്തെന്ന് അറിയുവാൻ കഴിയാതെ വേണ്ട ഇന്നും, സ്തോത്രം, ഹല്ലേലൂയ, ഇരുട്ടിലേക്ക് കിടക്കുന്നു. ഈ ഇരുട്ടി കിടക്കുന്നത് കൊണ്ടാണ് ഓരോ കുടുംബങ്ങളിലെ ആത്മഹത്യ, ഓരോ കുടുംബങ്ങളിലെ അവിഹിതങ്ങള്, ഓ സ്തോത്രം, ഓരോ തലമുറകള് നഷ്ടപ്പെട്ടു പോകുന്നത്. സ്തോത്രം. അതിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മളെ മക്കൾ നമ്മുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നല്ലതാണെന്ന് നമ്മൾ ചിന്തിക്കും. പ്രിയരെ, പുറത്തിറങ്ങി കാണുന്ന കാഴ്ച കണ്ടാൽ, ഓ സ്തോത്രം, ഒരു ആത്മീയ മനുഷ്യന്, ഒരു ദൈവത്തിനെ അറിയുന്നവർക്ക് അത് സ്വീകരിച്ചെടുക്കാൻ പറ്റാത്ത നിലവാരത്തിലാണ് തലമുറകളുടെ പോക്ക്. ഹല്ലേലൂയ, ഞാൻ കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. ഒരാഴ്ചക്ക് മുമ്പ് ഹല്ലേലൂയ രാത്രി, സ്തോത്രം, ഹല്ലേലൂയ 12 മണിക്ക്, ഓ സ്തോത്രം, ഒരു സഹോദരിയുമായിട്ട് കുറച്ചു ദൂരം യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. ഹല്ലേലൂയ. ആ സാഹചര്യം വന്നപ്പോൾ ശംഖുമുഖത്തിന്റെ അടുത്ത് അവിടെ ഒരു കടയുണ്ട് കേട്ടോ, ചായ കുടിക്കുന്ന തട്ടുകടയാണ്. രാത്രി മുഴുവൻ തുറന്നിരിക്കുന്ന കട. സ്തോത്രം. ചായ കുടിക്കാന്ന് ഞാൻ കയറി. എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മള് മക്കളെ വളർത്തുന്നു. ഓരോ പെൺകുട്ടികൾ കടന്നു വന്നിട്ട്, ഓ സ്തോത്രം, കടയ്ക്കകത്ത് സിഗരറ്റിന്റെ അമ്മ കെട്ടിയിട്ടിട്ടുണ്ട്. സിഗരറ്റ് ചുണ്ടി വെച്ചിട്ട് അതിന്റെ അടുത്തേക്ക് ചെന്ന് ആ സിഗരറ്റിനെ കത്തിച്ച് എത്രത്തോളം ആൺകുട്ടികൾ വലിക്കുന്നതിനേക്കാൾ മനോഹരമായി അവര് സിഗരറ്റ് വലിക്കുന്നു. ആമേൻ, സ്തോത്രം. അപ്പൊ പറയും, ഇപ്പോ എല്ലാം അവർക്ക് എല്ലാം സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യമല്ല ദൈവം. സ്തോത്രം. ഓരോ കുടുംബങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോ എന്റെ സ്വാതന്ത്ര്യം ഇടപെടരുത്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ 18 വയസ്സ് കഴിഞ്ഞു, ഓ സ്തോത്രം, ഞാൻ എങ്ങനെ ജീവിച്ചാൽ, അല്ലെ അത് എന്റെ ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടെന്നാൽ, സ്തോത്രം, ഈ വഴിവിട്ട ജീവിതങ്ങൾ ഒരു 35 വയസ്സാവുമ്പോൾ മാറാൻ രോഗികളായി ആരാണ് അനുഭവിക്കുന്നത്? ഓരോ അമ്മയും അച്ഛൻ. സ്തോത്രം. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു കുടുംബത്തിൽ 5 പേർ ഒരുമിച്ച് മരിച്ചു, 6 പേർ ഒരുമിച്ച് മരിച്ചു. ഇതൊക്കെ എന്തുകൊണ്ടാ? മാറാരോഗങ്ങൾ കടന്നു വരുമ്പോൾ, വഴിവിട്ട ജീവിതങ്ങളിലൂടെ മാറാരോഗങ്ങൾ കടന്നു വരുമ്പോൾ അവർക്ക് താങ്ങുവാൻ പറ്റത്തില്ല സ്വന്തം മക്കളുടെ കാര്യങ്ങൾ. സ്തോത്രം. അതുകൊണ്ട് തലമുറകൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. തലമുറകൾ വഴിതെറ്റിപ്പോയി, ഒരു പക്ഷേ വഴിതെറ്റിപ്പോയാലും സർവശക്തനായ ദൈവം അവരുടെ ചങ്ങലകളെ അഴിച്ചുകൊണ്ട് എന്താണ്? സ്തോത്രം. ദൂതൻ വന്ന് തട്ടി, ഹല്ലേലൂയ, സ്വതവേ കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു. അത് മാത്രമല്ല, ഓ സ്തോത്രം, 1-ാം വാതിൽ കടന്നു. സ്തോത്രം. വചനം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. 1-ാമത്തെ കഷ്ടം
ദൂതനിറങ്ങി ഇന്ന് നിങ്ങളെ കെട്ടുകളെ അഴിച്ച് ചങ്ങലകളെ അഴിച്ച് നിങ്ങളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം മാത്രമല്ല, സ്തോത്രം ഒരു പക്ഷേ ആ പടയാളികളെല്ലാം ഉറങ്ങി എങ്കിലും ഒന്നാം വാതിൽ കഴിഞ്ഞ് ഒരു പക്ഷേ ഹേരോദാവിന്റെ മനസ്സിലെ ചിന്തയാ ഒരുപക്ഷെ ഒന്നാമത്തെ വാതിൽ കടന്നാൽ അവൻ രക്ഷപ്പെടത്തില്ല, രണ്ടാമത്തെ വാതിലുണ്ട് അതിലും രക്ഷപ്പെടത്തില്ല. ഹേരോദാവിന്റെ പദ്ധതിയാ. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു ഒന്നാം വാതിൽ കടന്നു, രണ്ടാം വാതിൽ കടന്നു. മാത്രമല്ല ശ്രദ്ധിക്കണമേ, മൂന്നാമത്തെ വാതിൽ സ്വതവേ തുറന്നു. ഒരിക്കലും തുറക്കാൻ പറ്റുന്നത് ചിന്തിക്കാത്ത വാതിലിനെ തുറന്നുകൊണ്ട് തെരുവിലേക്ക് കൊണ്ടുവന്നു. അതൊരു വിശാലതയിലേക്ക് വലിയൊരു വിശാലത. ഇന്നലെ വരെ ചങ്ങലയിൽ കിടന്നടി, ഇന്നലെ വരെ കാടാഗ്രഹത്തിൽ കിടന്നടി, ഇന്നലെ വരെ വേദനയിൽ കിടന്നടി. ഇന്നലെ സർവശക്തനായ ദൈവത്തിന്റെ ദൂതൻ കുടുംബങ്ങളിൽ തട്ടിയുണർത്തുന്നു. ചങ്ങലകൾ അഴിച്ചു മാറ്റുന്നു. ദൈവത്തിനും മഹത്വം വിശാലതയിലേക്ക്, ആത്മീയ വിശാലതയിലേക്ക് കടന്നു വരുന്ന സ്തോത്രം. അധ്യായങ്ങൾ നീ വായിക്കുമ്പോൾ സംഭവിക്കുന്നു എന്താ? നിന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച, സഭയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച, കുടുംബത്തെ തകർക്കുവാൻ ശ്രമിച്ച ഹേരോദാവിന്റെ അവസ്ഥ. അവസാനത്തെ അധ്യായം ഒന്ന് വായിച്ച്, അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ. അതിനോട് സ്തോത്രം. കർത്താവിന്റെ ദൂതനുടനെ അവനെ അടിച്ചു. ആമേൻ. സ്തോത്രം. കൃമിക്കിരയായി ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കണ്ടോ? ആദ്യം പത്രോസിനൊന്ന് തട്ടി. ആമേൻ. സ്തോത്രം. പത്രോസിനൊന്ന് തട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ചങ്ങലകൾ അഴിഞ്ഞെന്ന്. ഒന്നാം വാതിൽ തുറന്നു, രണ്ടാം വാതിൽ തുറന്നു. മാത്രമല്ല ഇരുമ്പ് ഗേറ്റും തുറന്നിട്ട് പത്രോസിനൊരു വിശാലത. പത്രോസിനപ്പോ എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം. ഇന്നലെ വരെ ചിരിക്കാൻ കഴിഞ്ഞില്ല, ഹൃദയത്തിന്റെ ചിരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹല്ലേലൂയ ഹൃദയം നിറഞ്ഞ്. ഇന്നലെ വരെ ശുഭവചനം പറയാൻ പറ്റില്ല, പറയൂ, രക്ഷപ്പെടത്തില്ല. എന്റെ ജീവിതം എങ്ങനെയാണ്? മരിക്കുന്നത് വരെ. എന്നാൽ സ്തോത്രം. ഇന്ന് ദൈവാത്മാവ് പറയുന്നു നിന്റെ നാവ് ശുഭവചനം. കാരണം നിന്റെ ഒരു വിശാലതയിലേക്ക് കർത്താവ് നിർത്തിയിരിക്കുക. ശുഭവചനം പറ. സ്തോത്രം. നിന്നോട് നിറച്ചിരിക്കുക. ആ വീഞ്ഞിന് ആ വെള്ളത്തെ ഒന്ന് കോരി വിളമ്പി ഇതുപോലെ ചങ്ങലെ കിടക്കുന്ന, ഇതുപോലെ സ്തോത്രം നിരാശയിൽ കിടക്കുന്ന, ദുഃഖത്തിൽ കിടക്കുന്ന ഒരു ആളുകളുള്ള വെള്ളം കൊടുക്കാനാ പറയുന്നത്. സ്തോത്രം. ആ വീഞ്ഞിനൊന്ന് പകല് ഇന്ന് നിന്നെ വിശാലത്തിലേക്ക് നിർത്തിയിരിക്കുക. സ്തോത്രം. ഇന്നോട്ട് ഒന്ന് ചിരിക്കുക, ഇന്നോട്ട് ഒന്ന് സന്തോഷിക്കുക. എങ്ങനെ സന്തോഷിക്കണം? മക്കളിലല്ല സന്തോഷിക്കേണ്ടത്, കർത്താവിലല്ല സന്തോഷിക്കേണ്ടത്, കർത്താവിൽ സന്തോഷിക്കേണ്ടത്. സന്തോഷിക്കേണ്ടത്. സ്തോത്രം. കുറച്ച് പൈസ ഇട്ടതിലല്ല സന്തോഷിക്കേണ്ടത്, കർത്താവിലൊന്ന് സന്തോഷിച്ചു നോക്കി. ഏത് ദുഃഖം വന്നാലും അത് അധികമായി സ്നേഹിക്കുന്ന മക്കള്, അധികമായി സ്നേഹിക്കുന്ന ഭർത്താവ്, അധികമായി സ്നേഹിക്കുന്ന അമ്മ. സ്തോത്രം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ഈ മോള് എന്റെ ജോലി നോക്കി, ഞാൻ കർത്താവിലാണ് സന്തോഷിക്കുന്നത്. ധൈര്യം വേണം. കർത്താവിലൊന്ന് സന്തോഷിച്ചു നോക്കിയാൽ പിന്നെ നമുക്ക് തകർക്കുവാൻ ആരും കാണത്തില്ല. നമ്മെ തകർക്കുവാൻ പദ്ധതിയിട്ട് വെച്ചിരിക്കുന്ന ഹേരോദാവിനെ, സ്തോത്രം, ലോകത്തിന്റെ പ്രഭുവിനെ, സ്തോത്രം, നമ്മെ തകർക്കുന്ന പ്രശ്നത്തെ കർത്താവിന്റെ ദൂതൻ അടിക്കും. കർത്താവിന്റെ ദൂതൻ അടിക്കും.
ഹല്ലേലൂയ. വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണോ? ആമേൻ. സ്തോത്രം. പൈശാചികമായ പ്രശ്നം ഉണ്ടാക്കിയാണോ? ആ പ്രശ്നത്തിന്റെ മേൽ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി അടിക്കും. കർത്താവിന്റെ കർത്താവിന് സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവ് ഒന്ന് വിശാലത നിർത്തിയിരിക്കുക. ഇപ്പോ ഗേറ്റ് എല്ലാം തുറന്ന് അവിടെ നിർത്തിയിരിക്കുക വിശാലതയിൽ. അപ്പൊ എന്ത് ചെയ്യണം? അന്നത്തെ ഹല്ലേലൂയ ചിരി മടങ്ങി വരണം. ആമേൻ. സ്തോത്രം. പ്രവാസത്തിൽ കിടന്നപ്പോൾ സിയോനിലേക്ക് മടങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ വായിൽ ചിരി ആർപ്പണി ഉണ്ടായിരുന്നു. ഞങ്ങളൊന്ന് സ്വപ്നം കാണുന്നവരെ പോലെ ആയെന്നാ പറയുന്നത്. സ്വപ്നത്തിന്റെ അവസ്ഥ അറിയാമോ? ഒരിക്കലും നടക്കില്ലെന്ന് പറയുന്ന വിഷയം. സ്തോത്രം. അത് നടക്കും. അത് നടക്കും. അത് നടന്നു. ആമേൻ. സ്തോത്രം. അപ്പോഴാണ് സ്വപ്നം കാണുന്നത്. അപ്പോഴാണ് മടങ്ങി വരുന്നത് ചിരിയോ ആർപ്പ് വിളിയോ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. ഈ 12ാമത്തെ ദിവസം ഹല്ലേലൂയ എന്നെ ഇങ്ങനെ ഒരു അവസരത്തിനായി സ്തോത്രം. പ്രിയ പാസ്റ്റർ, പ്രിയ കുടുംബം എല്ലാവരും നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ നിലനിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് വലിയ ദൈവിക പദ്ധതിയാണ്. ആ പദ്ധതിക്ക് വിരോധമായ ചില ഹേരോദാവ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഹേരോദാവ് ഞാൻ ഇവിടെ വചനം പറയുമ്പോൾ തന്നെ എന്റെ